സിനിമാ സെറ്റിൽ നടൻ ലഹരി ഉപയോഗിച്ചത് കണ്ടു എന്ന നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ വിൻസിയിൽ നിന്നും എക്സൈസ് വിവരങ്ങൾ തേടുമെന്നൊരു വിവരമാണ് പുറത്തുവരുന്നത്. പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിവരങ്ങൾ തേടുന്നത്. വിൻസിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളും തെളിവുകളും ലഭിച്ചാൽ മാത്രമേ കേസെടുക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നുമാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഈ നടി വിൻസി അലോഷ്യസിന്റെ പ്രതികരണം വെളിപ്പെടുത്തൽ ഏറെ ചർച്ചയായിരുന്നു. ഈ ലഹരി ഉപയോഗിച്ച നടൻ ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴത്തെ വിൻസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് എക്സൈസ്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്നും എക്സൈസ് അറിയിക്കുന്നുണ്ട്. തീർച്ചയായും, അതായത് ഒപ്പം അഭിനയിച്ച താരം ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി അവർക്കൊപ്പം ഇനി താൻ അഭിനയിക്കില്ല എന്നതാണ് നേരത്തെ വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നത്. ആ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇക്കാര്യം വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇന്നലെ അമ്മയടക്കം ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംവിധാനങ്ങൾ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്ന വിമർശനമടക്കം വലിയ തോതിൽ ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എക്സൈസ് സംഘം ഇവരിൽ നിന്നും വിവരങ്ങൾ തേടാൻ തീരുമാനിച്ചത്. വിൻസി പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരം ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവരെ കാണുന്നത്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും. കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണെങ്കിൽ മാത്രം കേസെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ആലോചിക്കും. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടി കാര്യങ്ങൾ നീക്കും എന്നാണ് ഇപ്പോൾ എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും വിൻസി കൊച്ചിയിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കും. ഒരു പ്രാഥമിക പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇക്കാര്യങ്ങൾ എക്സൈസ് ചെയ്യുക. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ആ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനു മുൻപും പല വെളിപ്പെടുത്തൽ ഇതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സെറ്റുകളിലടക്കം പരിശോധനയിലേക്ക് എക്സൈസ് എന്തുകൊണ്ട് പോകുന്നില്ല? നേരത്തെ നിർമ്മാതാക്കളുടെ സംഘടന അത് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ താരസംഘടനയായ അമ്മ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലുള്ളവരും ഇത് പറയുന്നുണ്ട്. പക്ഷേ എക്സൈസ് പറയുന്നത് അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് പോകുമ്പോൾ എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം നടപടികൾ കൂടി എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യവും ബാക്കിയാണ്. എന്തായാലും ഇപ്പോൾ ഈ വിൻസി അലോഷ്യസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടും. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ്. എന്തായാലും വിൻസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് എക്സൈസ് അറിയിക്കുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ വിൻസിക്ക് അമ്മ സംഘടനയൊക്കെ വലിയ പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ ഇത് ആരാണ്, എന്താണ് എന്ന കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല. വിൻസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എടുത്ത ശേഷം മാത്രമേ കാര്യത്തിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. രാഗിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സെറ്റുകളിലൊക്കെ എന്തുകൊണ്ട് പരിശോധന നടക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യം ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എസ് രാഗിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.